നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഈ ഒരു നൈറ്റ് ടൈമിൽ എന്ത് ചിന്തയിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, 3 കാർഡ്സാണ്. അപ്പം നിങ്ങളെ പ്രതി അവരെന്ത് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നേരെയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിന്തയിൽ തന്നെയാണ് കടന്നു പോകുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അവർ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതിന് പകരം അവർ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അവരെ കെയർ ചെയ്തിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിന് അവർ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ദ എംപ്രസിൻ്റെ എനർജിയാണ്. നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ എനർജി എന്താണ് അവരെ പ്രതി, അവരുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ എനർജി എന്താണ്? കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ അവരിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർ കൂടെ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരികെ വരിക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്ന് നിങ്ങൾ അവർക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്? 6 ഓഫ് കപ്പാണ്. കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി വീണ്ടും നിങ്ങൾ ഒന്നിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് ഇത് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിങ്ങളുടെ എനർജിയുമായി ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.